ഹായ് ഫ്രണ്ട്സ്, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനൊരു ഷെയ്ക്കുമായിട്ടാണ് വന്നിട്ടുള്ളത്. ഷമാമിൻ്റെ ഷെയ്ക്കാണ് ഇന്ന് ഞാൻ തയ്യാറാക്കിയെടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ ഷമാമ ഇഷ്ടമില്ലാത്ത എനിക്ക് വലിയ ഇഷ്ടമില്ലായിരുന്നു കേട്ടോ ഇതിൻ്റെ ജ്യൂസൊന്നും. അപ്പോൾ ഈ രീതിയിൽ തയ്യാറാക്കിയെടുത്തപ്പോൾ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പോൾ എല്ലാവരും ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഇഷ്ടമില്ലാത്തവരൊക്കെ കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ജ്യൂസ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന്. അപ്പോൾ ആദ്യം നമുക്ക് ഒരു മിക്സിയുടെ ബ്ലെൻഡർ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ ഷമാമ ആദ്യം തന്നെ ഫ്രീസറിൽ വെച്ചതായിരുന്നു. ഒരു ചെറിയൊരു ഷമാമിൻ്റെ പകുതിയാണ്, അപ്പോൾ ഫ്രീസറിൽ വെക്കണമെന്നൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഓൾറെഡി അങ്ങനെ ചെയ്ത് വെച്ചതായിരുന്നു. അപ്പോൾ അത് മിക്സിയുടെ ബ്ലെൻഡറിലേക്ക് ഇട്ടു. പിന്നെ നമുക്ക് വേണം നല്ല പഴുത്തിട്ടുള്ള നേന്ത്രപ്പഴമാണ്. നല്ല പഴുത്ത തന്നെ എടുക്കാൻ ശ്രദ്ധിക്കുക, എങ്കിൽ മാത്രമേ നമുക്ക് നല്ലൊരു ഇത് കിട്ടുള്ളൂ. കുറച്ച് പഴുപ്പില്ല, ഞാനൊരു പച്ചച്ചുവ വരും. പിന്നെ അതിലേക്കൊരു 3 ഏലക്കയുടെ കുരുവാണ് ചേർക്കുന്നത്, തൊലിയില്ല കേട്ടോ. നമ്മളിത് അരിക്കുന്നില്ല, അതുകൊണ്ട് തന്നെ തൊലി ചേർക്കുന്നില്ല. 3 ഏലക്കയുടെ സീഡ്സാണ് ചേർക്കുന്നത്. പിന്നെ 1/2 ലിറ്റർ പാല് കട്ടയാക്കിയതാണ്, ശരിക്കും കട്ടയായിട്ടില്ല, അങ്ങനെ അത് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു ഗ്ലാസ്, ഏകദേശം 1 ഗ്ലാസ് തണുത്ത വെള്ളവും കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ടൊന്ന് അരച്ചെടുക്കണം. പിന്നെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള പഞ്ചസാര ചേർക്കുക കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ ഒരു 5 ടേബിൾ സ്പൂണൊക്കെ പഞ്ചസാരയാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അതിനനുസരിച്ച് നിങ്ങൾ ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് തന്നെ അടിച്ചെടുക്കുക. ഇപ്പോൾ ഇത് നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇത് കണ്ട നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട്, നല്ല ഷെയ്ക്ക് രൂപത്തിലായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് സെർവ് ചെയ്യാം. അപ്പോൾ ഷമാമ ഇഷ്ടമില്ലാത്തവരൊക്കെ ഈ രീതി ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്തിട്ട് ഇഷ്ടമായെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കുക, ഇഷ്ടമായിട്ടില്ലെങ്കിലും അറിയിക്കുക കേട്ടോ. പിന്നെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇഷ്ടപ്പെട്ടിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യാനും കുഴപ്പമില്ല, ഡിസ്ലൈക്ക് ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് കൂടി ചെയ്താൽ കേട്ടോ. താങ്ക്